കമ്മ്യൂണിസ്റ്റ് ബന്ധം ആരോപിച്ച കേന്ദ്ര സർവീസിൽ നിന്നും പിരിച്ചുവിട്ടവരെ പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട കായംകുളം സ്വദേശി അഡ്വക്കേറ്റ് മനോഹരന്റെ ഒറ്റയാൾ പോരാട്ടം. നീതിക്കായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് കാൽനടയാത്ര നടത്തുന്നതിനിടെയാണ് മനോഹരൻ പ്രസ് ക്ലബിൽ ദുഃഖകഥ പങ്കുവച്ചത്. വളരെ ചെറുപ്പത്തിൽ മിലിറ്ററിയിൽ സേവനത്തിന് ചെന്ന 1 വർഷം കഴിയും മുമ്പെയാണ് കമ്മ്യൂണിസ്റ്റ് മുദ്രകുത്തി പിരിച്ചുവിട്ടത്. പിന്നീട് മദ്രാസ് എഞ്ചിനീയേഴ്സിലും ഇൻകം ടാക്സിലും ജോലിയിൽ പ്രവേശിച്ചെങ്കിലും കമ്മ്യൂണിസ്റ്റ് മുദ്ര ചാർത്തി പുറത്താക്കി. രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് ക്രൂരമായ പോലീസ് മർദ്ദനവും ഏൽക്കേണ്ടി വന്നു. 1977 ജനതാ സർക്കാർ കരിനിയമം പിൻവലിക്കുന്നതുവരെ പുറത്താക്കലും മർദ്ദനത്തിനിരയാക്കലും തുടർന്നു. കരിനിയമത്തിനിരയാക്കി ജീവിതം തകർക്കപ്പെട്ട മുഴുവൻ പേർക്കും പുനരധിവാസം ലഭിക്കാനാണ് ഈ ഒറ്റയാൻ നടത്തം. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ വിഷയം അവതരിപ്പിച്ചെങ്കിലും തുടർച്ചയുണ്ടായില്ല. രാഷ്ട്രീയ കാരണങ്ങളാൽ പിരിച്ചുവിടപ്പെട്ടവർ രാജ്യദ്രോഹികളല്ലെന്നെങ്കിലും സ്ഥിരീകരിക്കണം. വിഷയം ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മൗനം നടക്കുന്നതാണ് ഏറെ ദുഃഖകരമെന്നും ആർ മനോഹരൻ പറഞ്ഞു. വളരെ സാധാരണക്കാരനായ ഒരാളാണ്. ഒരുപക്ഷെ ഞാൻ ഇവിടെ വെച്ച് മരിച്ചു പോകും. ഇവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ഞാൻ രാജ്യദ്രോഹിയായി മരിക്കണം. ഞാൻ എന്തിന് രാജ്യദ്രോഹിയായി മരിക്കണം? ഞാൻ എന്തുകൊണ്ട് രാജ്യദ്രോഹിയായി മരിക്കണം? എന്നെ ആരാണ് രാജ്യദ്രോഹികളാക്കിയത്? അവർക്കൊരു ഉത്തരവാദിത്വമില്ലേ? 29 വർഷക്കാലം കാത്തിരുന്നതിന് ശേഷം ഒരു രാമേന്ദ്രൻ നായർ IG ലക്ഷ്മണ വർഗീസിനെ കൊന്നതിൽ കുറ്റക്കാരനാണ് എന്ന് വിധിച്ചു. 40 വർഷത്തിന് ശേഷം ഒരു ഹനീഫയുടെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മണ ശിക്ഷിക്കപ്പെട്ടു. ഇവിടെ ഭരണകൂട ഭീകരതയാണ്. മരുന്ന് വാങ്ങിക്കാൻ നിർവാഹമില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും നൽകണ്ടേ? അവരെല്ലാം രാജ്യദ്രോഹികളാണോ? അവരുടെ പരമ്പരകൾ രാജ്യദ്രോഹികളാണോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം ആരും ഏറ്റെടുക്കുന്നില്ല. പ്രധാനമായി ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കുന്നില്ല. UTV ന്യൂസ്, പാലക്കാട്.